തോളിൽ വൻ കുരിശുമായി കാൽവരി യാത്ര തുടങ്ങുകയായി. ലോകത്തിൻ പാപമല്ലോ ആ ക്രൂശിൽ യേശു വഹിച്ചതെന്ന്. എൻ പാപവുമുണ്ട് നീ പേറും കുരിശിൽ, കഥനത്താൽ കരയുന്നു ഞാൻ. നാഥാ നിനക്കായി കുരിശുകൾ തീർക്കുന്ന പാപവഴി വെടിയാം. പുണ്യവഴിയേയൻ യേശുവിൻ പിന്നാലെ ഇനി എൻ്റെ യാത്രയെന്നും. പുണ്യവഴിയേയൻ യേശുവിൻ പിന്നാലെ ഇനി എൻ്റെ യാത്രയെന്നും. രണ്ടാം സ്ഥലം, ഈശോ കുരിശു വഹിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഈശോയെ, അങ്ങ് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപമാണല്ലോ തോളിൽ വഹിച്ചത്. യേശയ്യാ പ്രവാചകന്റെ പ്രവചനം അങ്ങനെ നിറവേറി. ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അങ്ങ്. യേശുവിൻ്റെ ശിഷ്യരിൽ യൂദാസ് കൊറിയാത്ത അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് 3 പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞു. ബാക്കിയുള്ളവർ സ്വയരക്ഷയ്ക്കായി ഓടിയൊളിച്ചു. ശത്രുക്കൾ കുരിശ് അങ്ങയുടെ മേൽ മനഃപൂർവ്വം വെച്ചതാണെങ്കിലും അങ്ങ് അത് പിതാവിൻ്റെ ഇഷ്ടമായി അംഗീകരിച്ച് സ്വയം സ്വീകരിച്ചുവല്ലോ. മറ്റുള്ളവർ ഞങ്ങളുടെ മേൽ മനഃപൂർവ്വം വയ്ക്കുന്ന കുരിശുകൾ അങ്ങയെപ്പോലെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നരുൾ ചെയ്ത കർത്താവേ, എൻ്റെ അനുദിന കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കാൻ എനിക്ക് ശക്തി തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.